रंग वेख के पानी दा रंग वेख के अखियां चो अंजूर उड़दे अखियां चो अंजूर उड़दे माहियाना आया मेरा माहियाना आया माहियाना आया मेरा माहियाना आया रांझना ना आया मेरा माहियाना आया माहियाना आया मेरा रांझना ना आया अखां दा नूर वेख के अखां दा नूर वेख के अखियां जो अंजूर उड़दे अखियां जो अंजूर उड़दे अखियां जो अंजूर उड़दे कमली हो गई तेरे बिना जा रांझण मेरे कमली हो गई तेरे बिना जा रांझण मेरे बारिश बरखा सब कुछ बह गई आया नी जिंद मेरे बारिश बरखा सब कुछ बह गई आया नी जिंद मेरे अखां दा नूर वेख के अखां दा नूर वेख के अखियां चो अंजूर उड़दे अखियां चो अंजूर उड़दे अखियां चो अंजूर उड़दे कोठे उत्ते बह के अखियां मिलाउंदे ना जाना मैं तू कभी छोड़ तेरे उत्ते मरदा प्यार तैनू करदा मिलेगा तुझे ना कोई और तू भी आ सबको छोड़ के तू भी आ सबको छोड़ के मेरे अखियां जो अंजूर उड़दे अखियां जो अंजूर उड़दे पानी दा रंग वेख के पानी दा रंग वेख के पानी दा रंग वेख के अखियां जो अंजूर उड़दे 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 സുഖവാടി തുറന്നു ഭൂമി
സംസ്ഥാനപിതാവേ, ഞങ്ങളുടെ നാം പുസ്തകമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളമ്മ വാഴ്ത്തപ്പെടാന്നു, അമ്മയുടെ വയറ്റിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളമ്മ വാഴ്ത്തപ്പെടാന്നു, അമ്മയുടെ വയറ്റിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളമ്മ വാഴ്ത്തപ്പെടാന്നു, അമ്മയുടെ വയറ്റിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും തൊള്ള മാതാവേ, എന്റെ അമ്മയെ നിന്റെ ഹൃദയത്തിലൂടെ മാതാവേ, ഈ വിശ്വാസത്തിൽ നെടുവപ്പെട്ട് കണ്ണിൽ ചിന്തി അവതരിച്ച് മറ്റൊരു മാതാവേ, എന്റെ അമ്മയെ എന്റെ അപേക്ഷ കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എനിക്ക് ഇസ്രായേലെ, എന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും, നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും നെൽത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും, കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് എഫ്രായിം മർമ്മദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നു വാണിടുമെൻ ഹൃദയം സത്താരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സത്താരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോ
ദൈവത്തിനാലയം. ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം. ഓരോരോ മനസ്സും ദൈവത്തിനാലയം. ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം. സ്വർഗീയ സന്തോഷം ഹൃദയത്തിൽ നൽകിടുമപ്പമേ ആരാധന. സ്വർഗീയ സന്തോഷം ഹൃദയത്തിൽ നൽകിടുമപ്പമേ ആരാധന. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. ഓരോരോ ജീവിതം സുവിശേഷമായിടാം. ഓരോരോ ഭവനവും ബലിവേദിയായിടാം. ഓരോരോ ജീവിതം സുവിശേഷമായിടാൻ. ഓരോരോ ഭവനവും ബലിവേദിയായിടാൻ. സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മധ്യനിൽ വാഴുന്നു നീ. സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മധ്യനിൽ വാഴുന്നു നീ. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ. അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. എന്തോരാനന്ദം. ചിലരായി തീർന്നീട നാദമൊരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകയണച്ചീട. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥ വിനയമോടെ നിന്നെ നമിക്കുന്നു.
പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചുപുകഴ്ത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഗണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പ്രാർത്ഥിക്കാം. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായുള്ള ബഹുമാനത്തെ പ്രതിയും പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെയും കർത്താവിനോടെന്ന പോലെ ഭർത്താക്കന്മാരോട് നിങ്ങൾ വിധേയരായിരിക്കുവിൻ. കാരണം മിശിഹ തൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ശിരസ്സും രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ. ഭർത്താക്കന്മാരെയും മിശിഹ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. വചനത്തിൻ്റെ ശക്തിയാൽ സഭയെ ജലത്തിൽ ക്ഷാളനം ചെയ്ത് വിശുദ്ധീകരിക്കുവാനും കളങ്കമോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി അവളെ തനിക്ക് തന്നെ സമർപ്പിക്കുവാനും അങ്ങനെ അവൾ പരിശുദ്ധയും നിർമ്മലയും ആകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരു മനുഷ്യനും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ, മറിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തുകയും പരിപാലിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് മിശിഹ സഭയോടും പെരുമാറുന്നത്. കാരണം നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും.
ഇത് ഒരു വലിയ രഹസ്യമാകുന്നു. മിശിഹായെയും സഭയെയും ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും തന്നെ പോലെ തന്നെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേയും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സുധാവറിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിലൊരു വിവാഹമുണ്ടായിരുന്നു. ഈശോയുടെ അമ്മയും അവിടെ സന്നിഹിതയായിരുന്നു. ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ഈശോയുടെ അമ്മ അവിടുത്തോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. അവിടുത്തെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവിടുന്ന് നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നിലും 2-3 കുടം വെള്ളം വീതം കൊള്ളുമായിരുന്നു. ഈശോ അവരോട് അരുളി ചെയ്തു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ അവ വക്കോളം നിറച്ചു. ഇനി കുറച്ച് പകർന്ന് കലവറക്കാരന് കൊടുക്കുവിൻ എന്ന് അവിടുന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി തീർന്ന വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ ഭൃത്യന്മാർ അത് അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞാണ് വിളമ്പുക, ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ താങ്കൾ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ. ഗലീലയിലെ കാനായിൽ ഇത് പ്രവർത്തിച്ച് ഈശോ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചു. ഇതുവഴി അവിടുന്ന് തന്റെ മഹത്വം പ്രകടമാക്കുകയും അവിടുത്തെ ശിഷ്യന്മാർ അവിടുന്ന് വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ മിശിഹായിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സ്മീനു, ധന്യ, പ്രിയ ബന്ധുമിത്രാദികളെ, രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ആ തിരഞ്ഞെടുപ്പിന് സഭയുടെ അംഗീകാരം, തമ്പുരാൻ്റെ ആശീർവാദം ലഭിക്കുന്നതിനായിട്ട് മദ്ബഹായിൽ അൾത്താരയുടെ മുമ്പിൽ ആയിരിക്കുകയാണ് സ്മിനുവും ധന്യയും. ഇവരുടെ വിവാഹം കർത്താവിനാൽ ആശീർവദിക്കപ്പെട്ടതായിരിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. സാധാരണ പറയാറുണ്ട്, ചരമപ്രസംഗം പറയുക മരിച്ചയാൾക്ക് വേണ്ടിയല്ല, ചുറ്റുമുള്ളവർക്ക് വേണ്ടിയാണ്. കാരണം മരിച്ചയാളൊന്നും കേൾക്കുകയില്ല. എന്നാൽ വിവാഹ പ്രസംഗം പറയുന്നത് വധൂവരന്മാർക്ക് വേണ്ടിയാണ്. ചുറ്റുമുള്ളവർ സാധാരണ ഒന്നും കേൾക്കാറില്ല. അവർ പല കാര്യങ്ങളുടെ വ്യഗ്രരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോടി നടക്കുകയാണ്.
അതുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചുരുങ്ങിയത് സ്മിനുവും ധന്യയെങ്കിലും കേൾക്കുക, ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒത്തിരിയേറെ സൂചനകൾ കൊണ്ട് സമൃദ്ധമാണ് ക്രൈസ്തവ വിവാഹം, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലെ വിവാഹം. ഒന്നാമതായിട്ട് വിവാഹം ആശീർവദിക്കപ്പെടുക കുർബാനയുടെ മധ്യത്തിലാണ് എന്നതുകൊണ്ട്. അച്ഛന്മാർ ഒത്തിരി ഉള്ളത് കൊണ്ടോ സമയം ഒത്തിരി ഉള്ളത് കൊണ്ടോ അല്ല കുർബാന മധ്യ വിവാഹം ആശീർവദിക്കപ്പെടുക, മറിച്ച് ഒരു വലിയ സൂചനയാണ് വിവാഹം ബലിയിലേക്കുള്ള ക്ഷണമാണ് എന്ന്. ഇതുവരെ രണ്ട് വ്യക്തികൾ, പൂർണ്ണമായും സ്വതന്ത്രരായിരുന്ന രണ്ട് വ്യക്തികൾ അവരുടെ സ്വാതന്ത്ര്യം ബലി കഴിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ട് പത്രോസ്ലീഹ ഓർപ്പിക്കുന്നത് പോലെ പരസ്പരം പൂർണ്ണമായ അവകാശം വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സ്മിനുവും ധന്യയും ഓർക്കണം, വിവാഹ ജീവിതം ബലിജീവിതമാണെന്ന്. സുഖജീവിതം മാത്രമാണ് കുടുംബജീവിതമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുമ്പോഴാണ് സാധാരണ സുഖത്തിനും സന്തോഷത്തിനൊക്കെ അല്പം ഇടിവ് തറ്റുമ്പോൾ നമ്മുടെ മുഖവും പാടുക. കുടുംബജീവിതം ഹൃദ്യമാകണമെങ്കിൽ, ദൈവാനുഗ്രഹപൂരിതമാകണമെങ്കിൽ ബലി ചൈതന്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ജീവിതത്തിലുടനീളം ഈ ബലി ചൈതന്യം നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൽ ഒരാളും കൂടെ വേണം. കർത്താവ് ഈശോ മിശിഹ ഫുൾട്ടൻ ഷീൻ എന്ന് പറഞ്ഞ മെത്രാൻ പറയുന്നുണ്ട്, ക്രൈസ്തവ വിവാഹത്തിൽ 3 വ്യക്തികളുടെ യോജിപ്പാണെന്ന്. സാധാരണ ഇപ്പം നമ്മുടെ മുമ്പിൽ സ്മിനുവും ധന്യ ഇരിപ്പുള്ളൂ. അവർ തമ്മിൽ ചേർന്നാൽ മാത്രം പോരാ, അവരുടെ മധ്യേ കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവ് നടുവിൽ നിന്ന് ആശീർവദിക്കുന്ന വിവാഹമാണ് എക്കാലവും നീണ്ടു നിൽക്കുക. അതുകൊണ്ട് എന്നും നിങ്ങളുടെ ജീവിതം ബലിജീവിതമായി ബലിയുടെ സന്തോഷത്തിൽ ചൈതന്യത്തിൽ തുടരണമെങ്കിൽ ഉറപ്പുവരുത്തുക നിങ്ങളുടെ മധ്യേ കർത്താവ് ഉണ്ട് എന്ന്. വിവാഹങ്ങളെല്ലാം ആശീർവദിക്കുക അല്ലെങ്കിൽ വിവാഹത്തിന് മുൻകൈ എടുക്കുക ദൈവമോ ദൈവീയ വ്യക്തികളോ. സഭയുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും അത് തന്നെയാ. ക്രൈസ്തവ വിവാഹങ്ങൾ ഓരോന്നും 2 വ്യക്തികളെ ഒരുമിപ്പിക്കുക ദൈവമാണ്. ആ വിശ്വാസം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവണം. ആ വിശ്വാസം ജീവിക്കുവാനായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം. ഈ സമർപ്പണത്തിന്റെ വിശ്വാസത്തിന്റെ തലം ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് അകലുമ്പോൾ അസ്വസ്ഥത ഒത്തിരി ഉണ്ടാവുക. എപ്പോഴും ഹൃദ്യമായ പൂർണ്ണമായ സമർപ്പണത്തിന്റെയും കൊടുക്കലിന്റെയും വേദിയായ കുടുംബം പിടിച്ചുവാങ്ങലിന്റെയും താൻപോരിമയുടെയും വേദിയാകുമ്പോൾ കുടുംബജീവിതം സ്വർഗമാകേണ്ട കുടുംബജീവിതം നരകമായിട്ട് മാറും. കാരണം അല്പം കഴിയുമ്പോൾ നവദമ്പതികൾ പരസ്പരം കരം കോർത്ത് പിടിക്കും. ഒരു വേദപാഠ ക്ലാസ്സിൽ കൂതാശകളെ പറ്റി ചോദിച്ചു. സാറ് കോരം വേദപാഠ വിവാഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അതിൻ്റെ അർത്ഥതലങ്ങളെപ്പറ്റി എല്ലാം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് മുമ്പിലിരുന്ന് വർത്തമാനം പറയുന്ന പയ്യനോട് ചോദിച്ചു, എന്തിനാണ് ആ വിവാഹത്തിൽ ദമ്പതികൾ പരസ്പരം കരം കോർത്ത് പിടിക്കുക? അശ്രദ്ധനായിട്ടിരുന്ന അവൻ ചാടി എഴുന്നേറ്റ് ആദ്യം അവൻ്റെ മനസ്സിൽ കിട്ടിയ ഉത്തരം, അത് സാറേ അവർ ഗുസ്തി തുടങ്ങാൻ പോവുകയാണ്, അതിന് തുടക്കമായിട്ടാണ് പരസ്പരം കൈകോർത്ത് പിടിക്കുക. കാരണം അവൻ കണ്ടിരിക്കുന്നത് TV-യിൽ ഗുസ്തിക്കാര് ഗുസ്തി തുടങ്ങുന്നതിന് പരസ്പരം കൈകോർത്ത് പിടിക്കും വെല്ലുവിളിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, പരസ്പരം കരം കോർത്ത് പിടിക്കുന്നത് ഒരുമിച്ച് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കുവാൻ അവനൊരു സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ടാണ് അവൻ വിവാഹത്തെ ഒന്നിപ്പിൻ്റെ രഹസ്യത്തെ ഗുസ്തിയുടെ രഹസ്യമായിട്ട് കണ്ടത്. ഓർക്കുക, നിങ്ങൾ 2 പേരെങ്കിലും കുറഞ്ഞത് വിവാഹം ഒന്നിപ്പിൻ്റെ രഹസ്യമാണ്. നിങ്ങൾ പരസ്പരം കരം കോർത്ത് പിടിക്കുക. ഇനി ഞങ്ങൾ 2 പേരും 2 വഴിക്കല്ല നീങ്ങുക, ഒരുമിച്ച് നീങ്ങുമെന്ന് കാണിക്കുവാനാ. എപ്പോൾ 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ പോരായ്മകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോരായ്മകൾ പരസ്പരം കണ്ടു തുടങ്ങും. അപ്പോഴെല്ലാം പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ സൂചിപ്പിച്ച ബലി ചൈതന്യത്തില്, പൂർണ്ണമായ കൊടുക്കലിന്റെയും സമർപ്പണത്തിന്റെയും ചൈതന്യത്തില് നിങ്ങൾ പരസ്പരം സ്വീകരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 2 വ്യക്തികൾ എന്ന നരകം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയായി മാറും നിങ്ങളുടെ കുടുംബജീവിതം. അതുകൊണ്ട് ഉറപ്പ് വരുത്തുക, ഈ കർത്താവിൻ്റെ അൾത്താരയിൽ മുമ്പിൽ വെച്ച് ഈ ബലി മധ്യേ നിങ്ങൾ പരസ്പരം സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായിട്ടാണ് സ്വീകരിക്കുന്നത് എന്ന്. റിസർവേഷനുകൾ ഒന്നുമില്ലാതെ സ്മിനു ധന്യയെ സ്വീകരിക്കണം, ധന്യ സ്മിനുവിനെ സ്വീകരിക്കണം. എവിടെ റിസർവേഷൻ വെച്ചാലും അവിടെ മറ്റു സാധ്യതകളിലേക്ക് നമ്മൾ അറിയാതെ പോകും.
അതുകൊണ്ട് കർത്താവിൽ നിങ്ങൾ പൂർണ്ണമായും പരസ്പരം കൊടുത്ത് സ്വീകരിക്കുക. അമ്മയുള്ള കുടുംബമാണ് ചിട്ടയും ക്രമവുമുള്ള കുടുംബം. അമ്മയില്ലാത്ത കുടുംബത്തിൽ ചിട്ടയും ക്രമവും കാണില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുള്ള കുടുംബമായിരിക്കട്ടെ നിങ്ങൾ രൂപം കൊടുക്കുന്ന കുടുംബം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ കുടുംബജീവിതത്തെ വള്ളത്തോടും കപ്പലിനോടും ഒക്കെ ഓർമ്മിക്കാറുണ്ട്. സാഗരമധ്യേ നീങ്ങുന്ന കപ്പൽ. തീർച്ചയായും അത് ശരി തന്നെയാണ്. ഓർക്കുക, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയും ശിഷ്യന്മാരും വള്ളത്തിൽ പോകുമ്പോൾ കൊടുങ്കാറ്റുണ്ടാവുക. കുടുംബജീവിതം നിങ്ങൾ ഒരുമിച്ച് തുഴയാൻ ആരംഭിക്കുകയാണ് ഇന്ന് തൊട്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ മധ്യത്തിലൂടെയൊക്കെ എപ്പോഴും ശാന്തതയാകണമെന്നൊന്നുമില്ല. തുഴഞ്ഞു പോകുമ്പോൾ ഉറപ്പുവരുത്തണം ഈശോയും അവിടെയുണ്ട് എന്ന്. ഈശോ കപ്പലിൽ കിടന്ന് വള്ളത്തിൽ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. ഈശോ ഇറങ്ങിപ്പോകാതെ നോക്കിക്കോണം കുടുംബജീവിതത്തിൽ നിന്നും. ഉറങ്ങുവാണെങ്കിൽ അവനെ നമുക്ക് വിളിച്ചേൽപ്പിക്കാം, അവനെ ശാന്തതയാക്കും. ഇറങ്ങിപ്പോയെന്നാൽ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ഈശോയുള്ള മാതാവുള്ള ഒരു കുടുംബജീവിതം ആരംഭിക്കുവാനായിട്ട്, നയിക്കുവാനായിട്ട്, മരണം നിങ്ങളെ വേർപിരിക്കും വരെ ഒരുമിച്ചിരിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂതാശോരി ബന്ധുരാവുന്നവർക്ക് വേണ്ടിയും കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടിയും സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാവുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായും നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിലേക്ക് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുസരിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും നിന്റെ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും ഗ്രഹത്തിന്റെയും മലാഹേക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ൂരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരൻ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിരാകുവാൻ പോകുന്നു. ഈ കൂതാശയോഗ്യ ജലപരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. തിരുമണവാണം ആനന്ദിക്കുക ആത്മവിഭൂഷിത മണവാട്ടി തിരുമണവാണം ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി ലഭിക്കാൻ
ആനന്ദിക്കുക പ്രിയപുത്രി ആത്മവിഭൂഷിത മനവാട്ടി തിരുമണവാളും മനവരയിങ്കൽ നയിച്ചല്ലോ. വർഗീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേനോടും കരുണാവർഷം സൗഭാഗ്യമേക
നിന്നോട് വർഷം ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇടപെട്ട പേരിലുള്ള പ്രത്യേകമായ അഭിനന്ദനവും പ്രാർത്ഥനയും നേരുകയാണ്. വിവാഹ സന്ദേശത്തിൽ ലഭിച്ചതനുസരിച്ച് കർത്താവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യത്തിൽ സഹകരണത്തിൽ ഒരു നല്ല കുടുംബ ജീവിതത്തിന് അടിത്തറയിടുവാൻ സ്മിനുവിനും തന്നെയും സാധിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പടനിലം ഇടവക്കാരിയായ ധന്യയെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇരവിച്ചിറ ഇടവകയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുവേ ബലിയാക്കി മാലാ
യേശുവേ ബലിയാക്കി മാലാഖമാരുടെ വിരുന്നൊരുക്കി മാലാഖമാരുടെ വിരുന്നൊരുക്കി ദിവ്യകാരുണ്യമേ ആരാധന മഹത്തായ കൂദാശേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന മഹത്തായ കൂദാശേ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായി ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും തിരുകുടുംബത്തിന് നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ വരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
प्यार से प्यार का अब हम ना होंगे जुदा, वादा रहा प्यार से प्यार का अब हम ना होंगे जुदा। ये मेरी धड़कने सुन रहा है खुदा, चाहे तुम्हें किस कदर मेरा दिल तुमको नहीं है पता, ये मेरी धड़कने सुन रहा है खुदा। वादा रहा जहाँ को भूला हूँ मैं, ऐसी लगी है तुझसे लगन। चाहे कहो इसे आवारगी, चाहे कहो इसे दीवानापन। दिल कहा दिल सुना, मैंने तुम्हें दिल भर चुना। अब दूरियां ना रही दरमिया, क्या रंग लाई वफा। मेरी धड़कने सुन रहा है खुदा, वादा रहा प्यार से प्यार का अब हम न होंगे जुदा। ये मेरी धड़कने सुन रहा है खुदा। देखा तुम्हें तो ऐसा लगा, मुझको मिला मंजिल का पता। चलना है हमको अब साथ में, तुमसे जुड़ा मेरा रास्ता। मैंने तो ली है ये कसम, पाऊं तुम्हें जन्मों जन्म। सजदे किए मैंने शामों सहर, मांगा है तुमको सदा। ये मेरी धड़कने सुन रहा है खुदा। वादा रहा प्यार से प्यार का अब हम ना होंगे जुदा। ये मेरी धड़कने सुन रहा है खुदा। वादा रहा ये वादा रहा, प्यार से प्यार का, प्यार से प्यार का। वादा रहा ये वादा रहा, प्यार से प्यार का, वादा रहा ये वादा रहा, प्यार से प्यार का। वादा रहा ये वादा रहा।
മൃദുശ്യാമ മനോഹര ശലഭം നീ. ജന്മമതിൽ പല ജന്മമതിൽ ഇനി എന്നും പിരിയാ പ്രണയം നീ. മഴയിൽ നിറയും പുഴ പോലെ ഇളവെയിലിൽ പകലിൻ ചിരി പോലെ. ദേവസുഗന്ധമലിഞ്ഞൊരു ശയ്യയിൽ കാമുക കാമന തഴുകുമ്പോൾ ഈറനണിഞ്ഞകലെ ഒരു ചന്ദ്രിക തേങ്ങലൊതുക്കി മയങ്ങുമ്പോൾ. അമ്പുകളിൽ മലരമ്പുകളിൽ ശരശയ്യകൾ നീയും ചന്തം നീ. രാഗിണിയായി അനുരാഗിണിയായി എൻ പ്രാണനിൽ അലിയും പ്രണയം നീ. മഴയിൽ നിറയും പുഴ പോലെ ഇളവെയിലിൽ പകലിൻ ചിരി പോലെ. നിറയുകയാണെൻ ഹൃദയവനം പ്രിയ സഖി നീ അണയെ ചാരേ. മഴയിൽ നിറയും പുഴ പോലെ ഇളവെയിലിൽ പകലിൻ ചിരി പോലെ. കണ്ണിൽ കണ്ണിൽ മിന്നും മിന്നും കണ്ണാരപ്പൂവല്ലേ. ചുണ്ടിൽ ചുണ്ടിൽ മോളും മോളും കിന്നാരമുത്തല്ലേ. പൂവിടരും മിന്നലുകൾ നെഞ്ചലിയും കാക്കലകൾ നീ അറിഞ്ഞുവോ. കണ്ണിൽ കണ്ണിൽ മിന്നും മിന്നും കണ്ണാരപ്പൂവല്ലേ. ചുണ്ടിൽ ചുണ്ടിൽ മോളും മോളും കിന്നാരമുത്തല്ലേ. ചുണ്ടിൽ ചുണ്ടിൽ മോളും മോളും കിന്നാരമുത്ത
सांस में तेरी सांस मिली तो मुझे सांस आई, मुझे सांस आई, मुझे सांस आई। रूह ने छू ली जिस्म की खुशबू, तू जो पास आई, तू जो पास आई, तू जो पास आई। सांस में तेरी सांस मिली तो मुझे सांस आई, मुझे सांस आई, मुझे सांस आई। कब तक होश संभाले कोई, होश उड़े दौड़ जाने दो। दिल कब सीधी राह चला है, राह मुड़े तो मुड़ जाने दो। तेरे ख्याल में डूब के अक्सर अच्छी लगी तन्हाई। सांस में तेरी सांस मिली तो मुझे सांस आई, मुझे सांस आई, मुझे सांस आई। रात तेरी बाहों में कटे तो सुबह बड़ी हल्की लगती है। आँख में रहने लगे हो क्या तुम, क्यों छलकी छलकी लगती है। मुझको फिर से छू के बोलो, मेरी कसम क्या खाए। सांस में तेरी सांस मिली तो मुझे सांस आई, मुझे सांस आई, मुझे सांस आई। रूह ने छू ली जिस्म की खुशबू, तू जो पास आई, तू जो पास आई, तू जो पास आई, तू जो पास आई। കാണാൻ ഞാനെന്നും കൊതിച്ച മതിമുഖി നീയാണോ,
हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी मेरा दर्द भी मेरी आशिकी, अब तुम ही हो। एक पल दूर गवारा नहीं, तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी। कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी मेरा दर्द भी मेरी आशिकी, अब तुम ही हो। तेरे लिए ही जिया मैं खुद को, जो यूं दे दिया है तेरी वफा ने मुझको संभाला, सारे गमों को दिल से निकाला। तेरे साथ मेरा है नसीब जुड़ा, तुझे पाके अधूरा न रहा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी मेरा दर्द भी मेरी आशिकी, अब तुम